ഹലോ ഗൈസ്, വെൽക്കം ടു ബിയോണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐസ് ഓഫ് വക്കൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ വാർ ഡോഗ്സ് എന്താണെന്നും അതുപോലെ തന്നെ ലയൻഡ് നോണിയുടെ ഒക്കെ സ്റ്റോറിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ലെജൻഡ്സ് ആൻഡ് ലൈസ് എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ് അതിനുശേഷം ട്രോജൻ വാർ പീരിയഡിലൊക്കെ നടക്കുന്ന ചില കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. സോ നമുക്ക് കഥയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീൻ തന്നെ കുറച്ച് കെയോട്ടിക് ആയിട്ടുള്ള ഒരു യുദ്ധം പോലുള്ള ഒരു അന്തരീക്ഷമാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഐസ് ഓഫ് വക്കൻ്റെ ഓരോ എപ്പിസോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇത് ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നത്, അപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്നുള്ളതൊക്കെ പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ആരുടെ യുദ്ധമാണ്, എന്തിനുള്ള യുദ്ധമാണെന്നൊന്നും കാണുന്നവർക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവില്ല. സോ നമുക്ക് അവിടെ നിന്ന് ഡീറ്റെയിൽ ചെയ്ത് വരാം. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് പോലെ തന്നെ ഈ ഒരു എപ്പിസോഡും ഗ്രീക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഏകദേശം ഇപ്പോൾ വർഷം 1190 BC ആയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് ഇപ്പോൾ ഏറെക്കുറെ 70-80 വർഷങ്ങൾ കഴിഞ്ഞു. റിയൽ വേൾഡ് ഹിസ്റ്ററിയിലും ഏറെക്കുറെ ഈ ഒരു ടൈമിലാണ് ഫേമസ് ആയിട്ടുള്ള ട്രോജൻ വാർ ഒക്കെ നടക്കുന്നത്. ഈ ട്രോജൻ വാർ ആണ് ഈ സീരീസിലും കാണിക്കുന്ന വാർ. ട്രോജൻ വാർ എന്താന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. ഹെലനോ സ്പാർട്ട എന്ന് പറയുന്ന ഗ്രീക്കിലെ തന്നെ ഏറ്റവും സുന്ദരി എന്നൊക്കെ പറയപ്പെട്ടിരുന്ന ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നു. അവർ ഗ്രീക്ക് ഗോഡ് ആയിട്ടുള്ള സ്യൂസിന്റെ മകളാണെന്നൊക്കെയാണ് അന്നത്തെ ഒരു മിത്ത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സെമി ഗോഡ് ലൈക്ക് ഫിഗർ ആയിരുന്നു. ശരിക്കും ഈ BC എന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ പല കാര്യങ്ങളും കുറച്ച് മിത്തിക്കലാണ്. എനിവേ, ഈ ഹെലനോ സ്പാർട്ട എന്ന് പറയുന്നത് ഗ്രീക്കിലെ സ്പാർട്ട റീജിയന്റെ രാജാവായിട്ടുള്ള കിങ് മെനലൂസിന്റെ വൈഫായിരുന്നു. ഇവരെ ട്രോയ് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിലെ പ്രിൻസ് ആയിട്ടുള്ള പാരീസ് തട്ടിക്കൊണ്ടുപോയതാണ് ശരിക്കുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ അവളെ തിരിച്ച് ഗ്രീക്കിലേക്ക് എത്തിക്കാനും ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ മാനം കാക്കാനും ഒക്കെ ആയിട്ട് അവർ ട്രോയ് സിറ്റി ആക്രമിക്കാൻ പോകുന്നതാണ് ട്രോജൻ വാർ. ട്രോജൻ വാർ ഏറെക്കുറെ 10 വർഷം ലോങ് ആയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. സോ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇതിന്റെ അവസാന കാലഘട്ടമായിട്ടുള്ള ഒരു 10ാം വർഷത്തിലേക്കൊക്കെയാണ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഗ്രീക്കിലെ ഇത്തിക റീജിയന്റെ രാജാവായിട്ടുള്ള ഒഡീസിയസ്. വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം. ഒഡീസിയസിന്റെ ഇവിടുത്തെ ട്രോജൻ വാർ കഴിഞ്ഞിട്ടുള്ള തിരിച്ചുപോക്കിന്റെ കഥയാണ് 2026 ക്രിസ്റ്റഫർ നോളൻ ഡയറക്ട് ചെയ്യുന്ന ഒഡീസി സിനിമ. എന്തായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ 10 വർഷമായിട്ടും അവർക്ക് ഇതുവരെ ട്രോയ് സിറ്റിയിൽ കാലെടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. ഈ ട്രോയ് സിറ്റി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഏറെക്കുറെ നോർത്ത് വെസ്റ്റേൺ ടർക്കി ആയിട്ട് വരും. ഇവിടെ ഒഡീസിയസിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ആക്ച്വലി ഗേറ്റ് വാൾ തകർക്കുക എന്നുള്ളതിനേക്കാൾ ആ പേരിൽ ട്രോയ് സിറ്റിയുടെ ആർമിയുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് ഈ ഗ്യാപ്പിൽ വേണം വാളിന്റെ മറ്റൊരു സൈഡിലൂടെ വേറൊരു ടീമിനെ കയറ്റിവിടാൻ, അതായത് ആർക്കിലീസിന്റെ ടീം. അക്കീലീസ് ഈ ട്രോജൻ വാറിൽ ഒരു പ്രധാനപ്പെട്ട വാരിയറും ഈ എപ്പിസോഡിലത്തെ തന്നെ ഒരു പ്രധാന ക്യാരക്ടറുമാണ്. അങ്ങനെ ഒഡീസിയസിന്റെ പ്ലാൻ അനുസരിച്ച് ഗ്രീക്ക് ആർമി ബാഹുബലിയിലെ കാലകന്മാരുടെ പോലെ ഗേറ്റ് വാൾ തകർക്കുന്ന ഗ്യാപ്പിൽ അക്കീലീസും ടീമും കൂടി വാൾ ബ്രീച്ച് ചെയ്ത് കയറും. ഇപ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇയാളുടെ പേരാണ് മെംനോൺ. ഇയാൾ അർക്കിലീസിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ അക്കീലീസ് പ്ലാൻ പ്രകാരം മാർച്ചേഴ്സിനെ കൊല്ലാൻ പോയ നേരത്ത് ഈ മെംനോൺ ഒരു കാര്യം ചെയ്യും. കയ്യിലൊരു മിനി ടെലിസ്കോപ്പ് എടുത്ത് കൊട്ടാരത്തിലേക്ക് സൂം ചെയ്യും. സൂം എന്നൊക്കെ വെച്ചാൽ ഒരു 100x സൂമെങ്കിലും മിനിമം കാണും. ഇങ്ങനെ സൂം ചെയ്യുന്നത് ട്രോയ് രാജകുടുംബം ഇരിക്കുന്നിടത്തേക്കാണ്. അവിടെ കിങ് ഓഫ് ട്രോയ് ഉണ്ട്, മകനായിട്ടുള്ള പ്രിൻസ് പാരീസ് ഉണ്ട്, പിന്നെ തട്ടിക്കൊണ്ടുപോയ മുതലായിട്ടുള്ള ഹെലനോ സ്പാർട്ടയും ഉണ്ട്. ബട്ട് അവളുടെ കഴുത്തിലൊരു തിളങ്ങുന്ന സാധനം കാണാം, വൈബ്രേനിയം. അതായത് കഴിഞ്ഞ എപ്പിസോഡിന്റെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വൈബ്രേനിയം കടലിൽ മുങ്ങിപ്പോകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ കൂട്ടത്തിലൊരു നെക്ലസ് ആണിത്. ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കഥയ്ക്കൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി മാക്സിമം ഓർഡറിൽ തന്നെ കാണാൻ ശ്രമിക്കുക. സോ ഈ മെംനം വേറെ ആരുമല്ല, കഴിഞ്ഞ എപ്പിസോഡിലെ നോനിയുടെ പോലെ ഒരു വക്കൻഡൻ വാർഡോഗ്. ഇയാൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അഖിലീസിനെയും ഗ്രീക്സിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ കൂടിയതാണ്. പക്ഷെ ഈ ഒരു സമയം കൊണ്ട് ട്രോയ് സിറ്റിയുടെ ആർമി ഇവരെ സ്പോട്ട് ചെയ്ത് അവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. മാത്രമല്ല, ഗേറ്റ് വാൾ തകർക്കാൻ നോക്കിയ സീജ് മെഷീനും തകർന്നു. പ്ലാൻ നൈസായിട്ട് പാളിയെന്ന് കണ്ട ഒഡീസിയസ് അറ്റാക്ക് ക്യാൻസൽ ചെയ്തെങ്കിലും അർക്കിലീസ് നിർത്താൻ സമ്മതിക്കുന്നില്ല. ആള് കുറച്ച് ദേഷ്യക്കാരനാണ്. പക്ഷെ കൂടുതൽ ആർമി ഇവരെ സ്പോട്ട് ചെയ്ത് വരുന്നത് കാരണം ഇത് കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായ മെംനോൺ അഖിലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചിറക്കി കൊണ്ടുവരികയാണ്. ഇതിന്റെ കുറച്ചു മുമ്പ് അഖിലീസിന് കൊള്ളേണ്ട ഒരു അമ്പ് മെംനോൻ ചാടി കൈകൊണ്ട് തടുത്തിട്ട് കയ്യിൽ അത് തറച്ചു കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ മെംനോൺ ഒരു കടൽ തീരത്ത് വെച്ച് ഈ മുറിവിൽ ഒരു വൈബ്രേനിയം സ്പ്രേ അടിക്കുമ്പോൾ സെക്കൻഡോളം കൊണ്ട് അത് ഹീലാവുന്നതാണ്. സത്യം പറഞ്ഞ പണ്ടൊക്കെ ഭൂമിയിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മെറ്റൽ എന്നുള്ള പേരിലായിരുന്നു വൈബ്രേനിയത്തിന് മാർവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ വൈബ്രേനിയം കൊണ്ട് പറ്റാത്ത ഒരു പരിപാടിയില്ല എന്നുള്ള പോലായി. എന്തായാലും കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാത്ത കാരണം അഖിലീസ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. മെംനോണും അഖിലീസിന്റെ സംസാരത്തിൽ തന്നെ 10 വർഷമായിട്ടുള്ള ഈ വാർ അവർക്ക് എത്ര ഫ്രസ്ട്രേറ്റിംഗ് ആണ്, അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ബോണ്ട് എത്രത്തോളാണെന്ന് മനസ്സിലാവും. ഇവരുടെ സംസാരത്തിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ മെംനോൺ ആക്ച്വലി ഒരു നാടോടിയായിട്ടാണ് ഇവരുടെ അടുത്തെത്തുന്നത്. പിന്നീട് അഖിലീസുമായിട്ടുള്ള ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് കാരണം പിന്നീട് അങ്ങോട്ട് 10 വർഷം ഇവരുടെ കൂടെ സ്വന്തം രാജ്യത്തെ പോലെ യുദ്ധം ചെയ്യുന്നതാണ്. അല്ല, അങ്ങനെയാണ് അവർ പറഞ്ഞു പറ്റിച്ചിട്ടുള്ളത്. രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു അവസാനത്തെ അടവായിട്ടാണ് ഒഡീസിയസ് വന്നിട്ടുള്ളത്. ഇതിൽ ട്രോയ് സിറ്റി എന്തായാലും വീഴുമെന്ന് പറഞ്ഞിട്ട് ഒരു കുതിരയുടെ പോലുള്ള ഒരു കളിപ്പാട്ടം എടുത്ത് മെംനോൺ എറിഞ്ഞു കൊടുക്കുകയാണ്. അവന്മാരിന്ന് ജയിച്ചതല്ലേ, നമ്മൾ അവന്മാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പ്ലാൻ പറയാൻ വേണ്ടി എല്ലാവരെയും കൂട്ടി ഒഡീസിയസ് പോയി. കൂടിയ എന്തോ ഐഡിയ ആണ്. ചിലപ്പോൾ ഇത് വർക്കാവുമെന്ന് മനസ്സിലായുള്ള മെംനോൺ മാറി നിന്നിട്ട് വക്കൻഡയിലേക്ക് നമ്മുടെ സാധനം ഞാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു മെസ്സേജ് അയക്കുകയാണ്. ഇവിടെയാണ് അടുത്ത വക്കൻഡൻ ടെക്നോളജി. ഒരു പ്രത്യേക ഡിവൈസ് വെച്ച് മോഴ്സ് കോഡ് പോലുള്ള ഒരു എൻക്രിപ്റ്റഡ് മെസ്സേജ് ഒക്കെയാണ് വക്കൻഡയിലേക്ക് അയക്കുന്നത്. വർഷം 1190 BC ആണ്.
റേഡിയോ പോലും കണ്ടുപിടിച്ചിട്ടില്ല. അന്നത്തെ ആൾക്കാർ പ്രാവിന്റെ കാലിൽ പേപ്പർ കെട്ടി അയക്കുമ്പോഴാണ് വക്കൻഡേക്ക് ടവർ പോലും വേണ്ടാത്ത കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മെംനോണും അക്കീലീസും കൂടി ഒരു മരത്തിന്റെ കുതിര ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നതാണ്. ഇതാണ് ട്രോജൻ വാറിലെ ഐക്കോണിക് ആയിട്ടുള്ള ആ സ്ട്രാറ്റജി. ഇത് തന്നെയാണ് റിയൽ വേൾഡ് ഹിസ്റ്ററിയിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലാൻ ഇതാണ്, അതായത് ഇന്ന് രാത്രി തന്നെ ഈ കുതിരയുടെ പണി തീർത്ത് അലങ്കരിച്ച് ഒരു ഗിഫ്റ്റ് എന്നുള്ള പേരിൽ ട്രോയ് സിറ്റിയുടെ ഉള്ളിലേക്ക് ഇതിനെ കയറ്റി വിടും. അവന്മാര് സ്വാഭാവികമായിട്ടും ഗ്രീക്സ് യുദ്ധം നിർത്തി സമ്മാനം തന്നു മടങ്ങിപ്പോയെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ആഘോഷിച്ചിരിക്കുന്ന അവന്മാരനെ രഹസ്യമായിട്ട് ഈ കുതിരയുടെ ഉള്ളിലിരിക്കുന്ന അക്കീലീസും ടീമും കൂടി തീർക്കും. എന്നിട്ട് നൈസായിട്ട് ആ ഗേറ്റും തുറന്നു കൊടുത്ത് ഈ ഒരു ടൈം കൊണ്ട് തന്നെ ബാക്കി ഗ്രീക്ക് ആർമി ഇവരോട് ജോയിൻ ചെയ്ത് ട്രോയ് സിറ്റി കീഴടക്കും. എന്തായാലും മെംനോണും അക്കീലീസും നല്ല പ്രതീക്ഷയിലാണ്. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം തീർത്തിട്ട് വേണം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ. എത്ര നാളായി ഇങ്ങനെ യുദ്ധം ചെയ്യുന്നു, എത്ര പേര് ഇതിനു വേണ്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ രണ്ടുപേരും ഇത്രയും കാലം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ജീവിതം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അക്കീലീസ് തനിക്ക് അമ്മ ചെറുപ്പത്തിൽ തന്നിട്ടുണ്ടായിരുന്ന ഒരു മാല എടുത്തിട്ട് മെംനോണ് കൊടുക്കുന്നു. ഈ ഒരു മാല ഭാഗ്യത്തിന്റെ പ്രതീകമായിട്ടുള്ള മാല എന്നൊക്കെയാണ് പറയുന്നത്. നിന്റെ സ്വന്തം രാജ്യം ഇതെല്ലാം എന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ടും നീ എനിക്കും ഈ രാജ്യത്തിനു വേണ്ടി ഒരുപാട് പോരാടി. 10 വർഷം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. എൻ്റെ ഒരു സന്തോഷത്തിന് നീ ഇത് സ്വീകരിക്കണം. നാളെ നമ്മൾ നീതി നടപ്പിലാക്കും, എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ. അഖിലീസിന് മെംനോൺ അത്രയും വിശ്വാസമായിരുന്നു. അങ്ങനെ രാത്രിയായി. പ്ലാൻ പ്രകാരം കുതിരയെ ട്രോയ് സിറ്റിയിലെ ആളുകൾ സ്വീകരിച്ച് അകത്ത് കയറ്റി. അഖിലീസും ടീമും റെഡിയായിട്ട് ഉള്ളിലും ഉണ്ടായിരുന്നു. രാത്രി ഒരു നല്ല ടൈം നോക്കി അവർ പുറത്തിറങ്ങിയിട്ട് പരിപാടികൾ തുടങ്ങി. അങ്ങനെ അഖിലീസും ടീമും ഒളിച്ചും പാത്തും എല്ലാമാരും തീർക്കുന്ന ഗ്യാപ്പിൽ ഒരുത്തൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് മണിയടിച്ച് മുഴുവൻ സിറ്റിനെ അലേർട്ട് ചെയ്തു. അലേർട്ടായി ഓടി വന്ന ട്രോയ് സിറ്റിയുടെ ആമി അഖിലീസിനെയും ടീമിനെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഗ്യാപ്പിൽ മെംനോൺ വേഗം വന്ന കാര്യം ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. മനസ്സോടാണെങ്കിലും അഖിലീസിനെ ആ കൂട്ടത്തിൽ ഒറ്റയ്ക്കിട്ടിട്ട് മെംനോൺ കൊട്ടാരത്തിലേക്ക് ഓടിപ്പോവാണ്. അങ്ങനെ ഒരുവിധം രാജകുടുംബമൊക്കെ ഇരിക്കുന്ന അറയിലേക്ക് മെംനോൺ എങ്ങനെയൊക്കെയോ വലിഞ്ഞു കയറി എത്തി. താഴെ നോക്കുമ്പോൾ യുദ്ധം കത്തി കയറുകയാണ്. അകത്താണെങ്കിൽ ഹെലനും പ്രിൻസ് പാരീസും രക്ഷപ്പെടാനുള്ള പുറപ്പാടിലാണ്. പാരീസ് ആണെങ്കിൽ ഒരു പെട്ടി സ്വർണം കൊണ്ടൊക്കെയാണ് ഓടാൻ നിൽക്കുന്നത്. ആ പൊട്ടനെ കണ്ടാലറിയാം അവർ പേടിത്തൊണ്ടനാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഞങ്ങളെ കൊല്ലണോ, എന്നാ കൊന്നോന്നൊക്കെ ഹെലൻ പറയുമ്പോൾ എനിക്ക് നിന്നെയും വേണ്ട അവനെയും വേണ്ട, ദാ അതിനു വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 9 കൊല്ലം കഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെലന്റെ കഴുത്ത് കിടക്കുന്ന വൈബ്രൈനും മാല മെംനോൺ പൊട്ടിച്ചെടുക്കുകയാണ്. മാത്രമല്ല അവര് വരുന്നതിന്റെ മുമ്പ് വേണമെങ്കിൽ രക്ഷപ്പെട്ടൊന്നും പറയുന്നു. ഈ ഒരു സമയം കൊണ്ട് താഴെയുള്ളവന്മാരൊക്കെ തീർത്ത് കഷ്ടപ്പെട്ട് അവിടേക്ക് എത്തി അക്കീലീസ് നോക്കുമ്പോൾ കാണുന്നത് ഇവരെ പോവാൻ സഹായിക്കുന്ന മെംനോണും അവന്റെ കയ്യിലെ മാലയാണ്. അക്കീലീസ് നല്ല ദേഷ്യത്തിൽ നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലടാ, എല്ലാരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല, നീ മാലയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്, നീ ഇവരുടെ ആളാണെന്നൊക്കെ ചോദിക്കുന്നു. മെംനോൺ ആണെങ്കിൽ എന്തു പറഞ്ഞിട്ടാണ് ഇവനെ സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയുന്നില്ല. നീ എന്നെ വിശ്വസിക്കണം, ഞാൻ ചതിക്കുമല്ലായിരുന്നു, നീ ഈ യുദ്ധം ജയിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ എനിക്കിപ്പോ ഇതുമായിട്ട് എന്റെ നാട്ടിലേക്ക് പോയേ പറ്റൂ, ഞാൻ ആരാണെന്ന് എനിക്ക് എന്നോടിപ്പോൾ പറയാൻ സാധിക്കില്ല എന്നൊക്കെ പറയാണ്. അഖിലീസിന്റെ മുഖത്താണെങ്കിൽ ഒരുപോലെ ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് നീ ഒരിടത്തും പോണില്ലട കോപ്പ എന്നൊക്കെ പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. വേറെ വഴിയില്ല. മാത്രമല്ല അഖിലീസിന്റെ പവർ എന്താണെന്ന് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ മെംനോൺ തന്റെ കയ്യിലുള്ള വൈബ്രൈനും വെപ്പണൊക്കെ ഫ്ലെക്സ് ചെയ്ത് ഫൈറ്റ് തുടങ്ങി. ഇവരുടെ തമ്മിലുള്ള ഫൈറ്റിന്റെ ഇടയിൽ അഖിലീസിന് കൃത്യമായിട്ട് ഈ മാലയിൽ ഇരിക്കുന്ന കല്ല് സാധാരണ കല്ലല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതൊരു സാധാരണ കല്ലല്ല, ഇത് എവിടെ നിന്ന് വന്നതാണെങ്കിൽ ശരി, ഇനി ഇത് ഗ്രീക്സിന് അവകാശപ്പെട്ടതാണെന്ന് അഖിലീസ് പറയുമ്പോൾ മെംനോൺ ശരിക്കും വേറെ ഒരു വഴി ഇല്ലാണ്ടായി. ഇത്രയും കൂടി ആയപ്പോൾ ഇനി വേറൊരു വഴിയില്ലെന്ന് മനസ്സിലായ മെംനോൺ ഫൈറ്റിന്റെ അവസാനം അഖിലീസിന്റെ കുതികാല് വെട്ടി വീഴ്ത്തുന്നത് കാണിക്കുന്നുണ്ട്. കൂടെ നിന്ന് ചതിക്കുക എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ എത്രയും ഭംഗിയിൽ പ്രസന്റ് ചെയ്യാൻ വേറെ മെത്തേഡ് ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അത് മാത്രമല്ല കാര്യം, ഹിസ്റ്ററിയിൽ ഈ അഖിലീസിന്റെ ചെറുപ്പത്തിൽ അവന്റെ അമ്മ ഒരു മാജിക്കൽ പുഴയിൽ തലകീഴായി മുക്കിയത് കാരണം അവന്റെ മുങ്ങി അത്ര ഏരിയയിൽ ഒരു ആയുധം കൊണ്ട് പോലും മുറിയില്ല എന്നൊക്കെ ഒരു മിത്ത് ഉണ്ട്. ബട്ട് ഈ കാൽപാദം പിടിച്ചു വേണമല്ലോ മുക്കാൻ, അതുകൊണ്ട് അത് മുറിയും. സംഭവം മിത്ത് അങ്ങനെയൊക്കെ ആണെങ്കിലും സീരീസിൽ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. കാരണം മെംനോൺ അഖിലീസിന്റെ നെഞ്ചിൽ കുത്തിയിറക്കുന്നുണ്ട്. അങ്ങനെ അഖിലീസ് അവിടെ വീഴുകയാണ്. മരിച്ചു കിടക്കുന്ന ആളുടെ കണ്ണിൽ ഗോൾഡ് കോയിൻ വെക്കുന്ന രീതി ഗ്രീക്സിനുണ്ട്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇവർ തമ്മിലുള്ള ഒരു സംസാരത്തിൽ ഞാനില്ലെങ്കിൽ നീ മരിച്ച ആര് കണ്ണിൽ കോയിൻ വെക്കുന്നൊക്കെ തമാശയ്ക്ക് മെംനോൺ പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയായാലും വലിയൊരു കുറ്റബോധത്തിലാണ് വൈബ്രൈനിയം കൊണ്ട് മെംനോൺ അവിടുന്ന് പോകുന്നത്. 6 മാസങ്ങൾക്ക് ശേഷമുള്ള വക്കൻഡയിലാണ് ഇപ്പൊ മെംനോൺ ഉള്ളത്. ആൾക്ക് തീരെ വയ്യാണ്ടായിട്ടുണ്ട്. ഈ മെംനോൺ എന്ന വാർഡോഗിന്റെ ശരിക്കുള്ള പേരാണ് ബക്കായി. ബക്കായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ അവനെ കാണാൻ അങ്ങോട്ട് വരികയാണ്. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിലെ നോനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വയസ്സായിട്ടുണ്ട്. അവൾ അവിടുത്തെ വാർഡോഗ്സിന്റെ ഒക്കെ ലീഡറാണ്. അവരങ്ങനെ ഈ വാർഡോഗായിട്ട് ജീവിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നോനിയുടെ ഫസ്റ്റ് മിഷന്റെ ഒക്കെ കഥ പറഞ്ഞ് ബക്കായിയെ സമാധാനിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. ബക്കായിക്ക് ആണെങ്കിൽ വക്കൻഡയിൽ എത്തിയെങ്കിലും ഇപ്പൊ സ്വന്തം നാട് പോലും വേറെ ഏതോ സ്ഥലം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ജീവിതത്തിന്റെ ഒരു പ്രധാന സമയം ചെലവാക്കിയതും കള്ളങ്ങൾ പറഞ്ഞതും സ്വന്തം കൂട്ടുകാരനെ തന്നെ കൊല്ലേണ്ടി വന്നതൊക്കെ ഇവിടെ തിരിച്ചു വരാൻ വേണ്ടിയായിരുന്നു. എന്നിട്ടിപ്പോ എനിക്ക് ഇവിടെ ഒരു അന്യനെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്റെ ലോകം ഇപ്പോഴും ആ പുറത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറ്റബോധത്തിൽ നിൽക്കുന്ന ബക്കായിയോട് നോനി പറയാണ്, നമ്മൾ വാർഡോഗ്സിന്റെ ജീവിതം എപ്പോഴും അങ്ങനെയാണ്. ഇനി നീ ആ ജീവിതം തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് വീണ്ടും പോവാം. പക്ഷെ നീ എന്താണോ അന്വേഷിക്കുന്നത് അതിലേക്കുള്ള വഴി നീ തന്നെ കണ്ടെത്തണം. ഇത്രയും പറഞ്ഞിട്ട് നോനി അവിടുന്ന് പോവാണ്.
എന്തോ ഒന്ന് ആലോചിച്ചിട്ട് പണ്ട് അക്കിലീസ് കൊടുത്ത ഒരു മാലയിലേക്ക് നോക്കി തിരിച്ചു പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ബക്കായിയെ അഥവാ മെംനോണിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പൊ എന്തായാലും ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ തീരാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ആണ് വരുത്താനുള്ളത്, അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ട് അതൊക്കെ കമന്റ് ബോക്സിൽ പറയാം. ഇതുവരെ ഉണ്ടായിരുന്ന ഐസ് ഓഫ് വക്കൻഡയുടെ 2 വീഡിയോകളും ഗ്രീക്ക് റിലേറ്റഡ് ആയ സ്റ്റോറികളായിരുന്നു. നെക്സ്റ്റ് വരാനിരിക്കുന്ന എപ്പിസോഡ് അങ്ങ് ചൈനയിൽ ആണ്. സോ ലൈക്ക് ദ വീഡിയോ. അപ്പോ ഗുഡ് ബൈ.